നെരോത്ത് ശ്രീ പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. 68 വർഷത്തിനു ശേഷം നെരോത്ത് പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യകാലത്ത് മൂലസ്ഥാനത്ത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ വാഴംകുളങ്ങര ദുർഗാഭഗവതിയും വെൺമഴുവിൽ പരശുരാമ സങ്കല്പവുമാണ് ഇവിടെയുണ്ടായിരുന്ന ആരാധന. പെരട്ടൂർ ഭഗവതി ക്ഷേത്രം, കുളങ്ങര ഭഗവതി ക്ഷേത്രം, മേക്കോടൂത്ത് ചാമുണ്ടി, തൃക്കണ്ണാടപ്പൻ, കേളൂത്ത് ചാമുണ്ടി, മടിയൻ ക്ഷേത്രപാലകനീശ്വരൻ, പള്ളിയറ, വിഷ്ണുമൂർത്തി തുടങ്ങി 7ഓളം ക്ഷേത്രങ്ങളും പള്ളിയറകളും തറകളുമാണ് 3 കോടിയോളം രൂപയുടെ ചിലവിൽ പുതുക്കി പണിതത്. തുളൂർ വനവാസിനി, മഞ്ഞടുക്കത്ത് ഭഗവതി, വേട്ടേക്കുരുമകൻ, വൈരജാതൻ, കാളരാത്രി, നടയിൽ ഭഗവതി, കുതിരക്കാളി, ചീർമ, മുളവന്നൂർ ഭഗവതി, പനയാലപ്പൻ, ശാസ്താവ്, മാഞ്ഞാളിയമ്മ, മുച്ചിലോട്ട് ഭഗവതി, വിഷ്ണുമൂർത്തി, കുളങ്ങര ദുർഗാ ഭഗവതി, നാഗരാജാവ്, നാഗകന്യക, തൂവക്കാളി, ഇരുവർ വീരന്മാർ, കാലിച്ചാൻ ദേവൻ, പടിഞ്ഞാർ ചാമുണ്ടി, ഗുളികൻ, ചക്കനാർ പോതി, കിഴക്കൻ ദൈവം, ചെറിയ ഗുരുതിക്കളം, വലിയ ഗുരുതിക്കളം മുതലായവ ദേവസംഗീതങ്ങൾ ഉൾപ്പെടുന്ന പുണ്യഭൂമിയാണ് നെരോത്ത് ശ്രീ പെരട്ടൂർ കോവിലകം ഭഗവതി ക്ഷേത്രം. ഇവിടെയാണ് ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം നടക്കുന്നത്. എല്ലാവരെയും ഈ സ്വാഗതം ചെയ്യുകയാണ്. കലശാട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കൃഷ്ണൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അതുപോലെ കലശാട്ട് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ, അതുപോലെ നെരോത്ത് പെരട്ടൂർ കൂലോം ദേവസ്വത്തിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ശശിധരൻ അവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്, അതുപോലെ കലശാട്ട് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ കൊട്ടോടി ഗോവിന്ദ മാസ്റ്റർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് മെമ്പറായിട്ടുള്ള നിതിൻ അടക്കുന്ന പരിപാടികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ചെയർമാൻ ശ്രീ വിദ്രാജ് പെരട്ടൂർ ഏതാനും മിനിറ്റുകളോട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1958 ശേഷം 68 വർഷങ്ങൾക്ക് ശേഷമാണ് നെരോത്തിലെ പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രത്തിന്റെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത്. അപ്പോൾ 58 നടന്നത്. ഏതാണ്ട് ഏപ്രിൽ 24 മുതൽ മെയ് 1 തീയതി വരെയാണ് കലശാട്ട് പരിപാടികൾ നെരോത്ത് നടക്കുന്നത്. അതിലെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നെരോത്ത് സംബന്ധിച്ചിടത്തോളം കാഞ്ഞങ്ങാട്ടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാ കാലത്തും നമുക്ക് ഒരുപാട് പിന്തുണ നൽകിയിട്ടുണ്ട്. 24 ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ഷേത്ര ദേവസ്വം കമ്മിറ്റി, പ്രാദേശിക നെരോത്ത് ആഘോഷ കമ്മിറ്റി, മാതൃസമിതി, വിവിധ ക്ഷേത്ര കഴകങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ കൽവറ നിരക്കൽ ഘോഷയാത്ര നടക്കും. നമ്പ്യാർ കൊച്ചി ക്ഷേത്ര കമാനത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് പെരട്ടൂർ കൂലോത്ത് സമാപിക്കും. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആലമ്പാടി പടിഞ്ഞാറ്റയിൽ പത്മനാഭ പട്ടേരി, എടനീർമഠം സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ എന്നിവരെ പൂർണ്ണകുംഭത്തോടു കൂടിയുള്ള ആചാര്യ വരവേൽപ്പ്. 6 സമൂഹ പ്രാർത്ഥന, തുടർന്ന് ആചാര്യവരണം. 7 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. 25 രാവിലെ 5 മണി മുതൽ ഗണപതി ഹോമം, വിവിധ പൂജാതി കർമ്മങ്ങൾ. വൈകിട്ട് 5 മണിക്ക് മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കഴകം അവതരിപ്പിക്കുന്ന പൂരക്കളി. 6:30 മുതൽ തിരുവാതിര, കൈകൊട്ടിക്കളി, മംഗലം കളി. രാത്രി 8:30 കൂക്കൽ രാഘവൻ ടീം അവതരിപ്പിക്കുന്ന നാടകം മഞ്ഞു പെയ്യുന്ന മനസ്സ്. 26 വൈകിട്ട് 6 മണി മുതൽ സിനിമാറ്റിക് ഡാൻസ്, നെരോത്ത് കുടുംബാംഗങ്ങളുടെ നാടൻ പാട്ട്. 27 വൈകിട്ട് 3 മണിക്ക് കുടുംബ സംഗമം. കുടുംബത്തിലെ സംഗീതം എന്ന വിഷയത്തിൽ ബാലചന്ദ്രൻ കൊട്ടോടി ക്ലാസ് എടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കമ്മിറ്റി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, ജനറൽ കൺവീനർ PV ശശിധരൻ, വൈസ് ചെയർമാൻമാരായ ഗോവിന്ദൻ മാസ്റ്റർ കൊട്ടോടി, പ്രൊഫസർ P രഘുനാഥ്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബിന്ദുരാജ്, കൺവീനർ മിഥുൻ നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.